ഹലോ ഫ്രണ്ട്സ്, ടൈം പാസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു അടിപൊളി മസാല ദോശ സ്പോട്ടാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഇത് നമ്മുടെ ഡോൺകാസ്റ്ററിലുള്ളതാണ്. അപ്പോൾ ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ സ്പൈസി മദ്രാസ് എന്ന് അടിച്ചാലാണ് നമുക്കിത് കിട്ടുള്ളൂ. അവിടെ ആക്ച്വൽ കടയുടെ പേര് സൂപ്പർ ഫ്രയർ എന്നാണ്. ബാക്കി എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങൾക്ക് പോകാനാണ്. ഇവിടെ പിന്നെ ഒരു കാര്യം, ഇതൊരു ടേക്ക് അവേ ആണ്. അപ്പോൾ പറഞ്ഞ പോലെ നമ്മളിത് ഗൂഗിളിൽ അടിക്കുമ്പോൾ നമുക്കിതൊരു ടേക്ക് അവേ ആണെന്ന് മനസ്സിലാവും. അവിടെ ചെല്ലുമ്പോഴാണ് ടേക്ക് അവേ. എന്നാലും അത്യാവശ്യം ഒരു ടേബിൾ ഫെസിലിറ്റി, ഒരു 4 പേർക്ക് ഇരുന്ന് കഴിക്കാനുള്ള ടേബിൾ ഫെസിലിറ്റി അവിടെയുണ്ട്. നമ്മൾ ആദ്യമായി ഓർഡർ ചെയ്ത സംഭവം എന്ന് വെച്ചാൽ ബിരിയാണിയാണ്. അതൊരു തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണിയാണ്. പക്ഷേ നല്ല ക്വാണ്ടിറ്റി ബിരിയാണി ആയിരുന്നു. ബിരിയാണിൻ്റെ കൂടെ അത്യാവശ്യം നല്ല തൈരും സാധനങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ പുഴുങ്ങിയ മുട്ടയുണ്ടായിരുന്നു അതിൻ്റെ കൂടെ. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ അഡീഷണൽ ആയിട്ട് കാണുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ചിക്കൻ കുളമ്പ്, അതായത് തമിഴ്നാട് സ്റ്റൈലിൽ ഒരു ചിക്കൻ കറിയും അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. മീറ്റൊക്കെ നന്നായി കുക്ക് ചെയ്ത് നല്ല സോഫ്റ്റ് മീറ്റ് ആയിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു. ക്വാണ്ടിറ്റി വൈസും വളരെ നല്ലതായിരുന്നു. നമ്മൾ അതിൻ്റെ കൂടെ കഴിച്ച സാധനം എന്ന് വെച്ചാൽ അടുത്തത് ചിക്കൻ 65 ആയിരുന്നു. നല്ല സോഫ്റ്റ് ആയിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു. കളർ ഇച്ചിരി അല്പം കൂടുതലായിരുന്നു. പിന്നെ ഇതാണ് അവിടുത്തെ ടോപ്പ് റേറ്റിംഗ് സാധനം. എൻ്റെ മോനെ ഒരു രക്ഷയില്ല. അതായത് നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം UK എത്തിയിട്ട് ഇത്രയും നല്ലൊരു മുരിഞ്ഞ ക്രിസ്പി ആയിട്ടും ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉഴുന്നുവട ഇത് ആദ്യമായിട്ടാണ് കഴിക്കണേ. സൂപ്പർ ഉഴുന്നുവട, എന്താ പറയുക, നല്ല ടേസ്റ്റിയാണ്. അതിൻ്റെ കൂടെ അവർ തരുന്ന ചട്നി, അത് പക്ക പ്രോപ്പർ തേങ്ങ ചട്നിയാണ്. നല്ല ടേസ്റ്റാണ്. നല്ല ചൂടോടുകൂടി നമുക്കവിടെ ടേബിൾ ഫെസിലിറ്റി 4 പേർക്കൊക്കെ ഇരിക്കാൻ പറ്റുള്ളൂ. അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി തരും. ഞങ്ങൾക്ക് അങ്ങനെ ഫ്രഷ് ആക്കി ഉണ്ടാക്കി തന്നു. സൂപ്പർ ക്രിസ്പി, നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ അടുത്ത് ട്രൈ ചെയ്ത് മസാല ദോശയുടെ കുറച്ച് വെറൈറ്റീസ് നമ്മൾ ട്രൈ ചെയ്തായിരുന്നു. എല്ലാം ഞാൻ പറഞ്ഞല്ലോ, സീറ്റിംഗ് കപ്പാസിറ്റി ആകെ 4 ഉള്ളൂ. പക്ഷേ അവർ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി തരും. നല്ല ആവി പറക്കണ സാമ്പാർ, ഫ്രഷ് സാമ്പാർ. മസാല ദോശയുടെ ഉള്ളിലെ മസാലയായാലോ അത് ഫ്രഷ് മസാല. ചില റെസ്റ്റോറൻറ്റിലെ പോലെ തലേദിവസത്തെ മസാല എടുത്ത് ചൂടാക്കി തരുന്ന നല്ല ഫ്രഷ് മസാല. നിങ്ങൾക്കത് കഴിച്ചാൽ നിങ്ങൾക്കത് ഫീൽ ആകാൻ പറ്റും. അത്യാവശ്യം നല്ല ക്രിസ്പിയാണ്. നല്ല നെയ്യ് ഉപയോഗിച്ച് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല സൈസുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഹാഫ് ചെയ്ത് 2 പീസാക്കിയിട്ടാണ് നമുക്ക് സെർവ് ചെയ്യുന്നത്. സൂപ്പർ ടേസ്റ്റാണ്. സാമ്പാറായാലും ചട്നി ആയാലും എന്താ പറയുക, ഒരു 5 സ്റ്റാർ റേറ്റിംഗ് തന്നെ കൊടുക്കേണ്ട ഒന്നാണ്. ഞങ്ങൾ അവിടെ നിന്ന് നോർമൽ മസാല ദോശ കഴിച്ചു, ചിക്കൻ മസാല ദോശ കഴിച്ചു, എഗ് മസാല ദോശ കഴിച്ചു. നോർമൽ മസാല ദോശയാണ് കുറച്ചും കൂടി കൂടുതൽ ബെറ്റർ. ചിക്കനും ഓക്കെയാണ്, പക്ഷേ എന്തായാലും ആ ദോശ, ആ ഒരു മേക്കിങ്ങും അതിൻ്റെ ഒരു ടേസ്റ്റും സൂപ്പറാണ്. എന്താ പറയുക, നമുക്കിവിടെ അടുത്ത് കിട്ടുന്നതിൽ വെച്ച് നല്ലൊരു ഇതാണ്. വിലയുടെ കാര്യത്തിലായാലും അധികമില്ല, അത്യാവശ്യം റേറ്റ് കുറവാണ്.